ഹലോ, ഇത് നമ്മൾ എവിടെ വന്നിക്കണമെന്ന് അറിയോ? പൊങ്കാലയിടാൻ വേണ്ടി. എവിടെ? ആഫ്രിക്കയിൽ, നൈറോബി. ഹലോ, ഇന്ന് നൈറോബിയിൽ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു കേട്ടോ. അപ്പോൾ നൈറോബിയിലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിന് മുമ്പൊന്നും ഇതിന് സാഹചര്യം വന്നിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഒത്തിരി അകലെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം ഇത്തിരി അടുത്തായതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ പൊങ്കാല ഇടുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും പ്രിയേച്ചിയും ദീപ്തിയും കൂടെ പോയിട്ട് പൊങ്കാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അന്ന് പ്രിയേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തു പ്രിയേച്ചി. പക്ഷേ ഇന്നാണെങ്കിൽ മഴയുണ്ടായിരുന്നു, ഞങ്ങൾക്കിവിടെ മഴയാണ്. അപ്പോൾ മഴ പെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻറ്റ് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ 100 സംതിങ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ കത്തിച്ചപ്പോഴത്തേക്കും അങ്ങ് പുക കൂടിയിട്ട് എൻ്റെ ദൈവമേ, ഈ കത്തിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അത്ര പുകയായിപ്പോയിട്ടോ. എൻ്റെ ദൈവമേ, ഈ പുക പൊങ്ങണുണ്ടോ? അതിനുശേഷം ഞാൻ ഈ പൊങ്കാല ഇടുന്നവരെയൊക്കെ നമിച്ചു, ആറ്റുകാലൊക്കെ പോയിട്ടേ. കാരണം എന്തൊരു ചൂടായിരിക്കും അവിടെ. ആ ചൂടത്ത് നിന്നിങ്ങനെ പൊങ്കാല ഇടുമല്ലേ. പൊഞ്ചിക്ക് സ്കൂളുണ്ടായിരുന്നതുകൊണ്ട് പൊഞ്ചി വന്നിട്ടില്ല. പക്ഷേ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, എല്ലാവരും കരയുവാണ് കേട്ടോ. ഭയങ്കര ചൂടും പുകയൊക്കെ കൂടെ അവസാനം എൻ്റെ ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിറഞ്ഞിങ്ങടെ വന്നു, മെത്തി വന്നു. അപ്പം അരി കൂടുതലായിപ്പോയി തോന്നുന്നു. എന്തായാലും നൈറോബിയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. എന്തായാലും കൊള്ളായിരുന്നു. നൈറോബി അമ്പലത്തിലെ ബിജി ചേച്ചിയും ഫ്രണ്ട്സും അമ്പല കമ്മിറ്റിക്കാരൊക്കെ ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. രാവ് പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കല്ലിങ്ങനെ അടുക്കി വെക്കണതും പിന്നെ ഡെക്കറേഷനും ഈ പൊങ്കാലക്കാലവും വിറകും അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരുമേനി നമ്മൾ ഉണ്ടാക്കിയ പൊങ്കാലയെ വന്നിട്ട് ഇപ്പോൾ പുണ്യാഹമൊക്കെ തളിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് ദേവിക്ക് കിട്ടിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേദിച്ച ഈ പായസം എടുത്ത് വീട്ടിൽ പോവാം. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കഷ്ടപ്പാട്, എന്തിൻ്റെയും പുറകിലൊരു കഷ്ടപ്പാട് വേണം, എന്നാൽ മാത്രമേ അതിനൊരു ഫലമുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഫുഡ്? മസാല ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് പൊങ്കാല കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.